എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് വിനാഗിരി ഒരു ടീസ്പൂൺ മതി. ഒരു ടീസ്പൂൺ വിനാഗിരി, അല്ലെങ്കിൽ എന്താ അടപ്പുണ്ടല്ലോ, ആ അടപ്പിന് ഒരു ചെറിയ അടപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് പിന്നെയും ഒന്ന് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ, വെളിച്ചെണ്ണയ്ക്ക് കണക്കൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് വേണ്ട ഇതിന് ഞെരടി യോജിപ്പിക്കാൻ വേണ്ട വെളിച്ചെണ്ണ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഞെരടി ഒന്നുകൂടെ യോജിപ്പിക്കുക. ഞാൻ ഈ സമയത്ത് നമ്മുടെ മുളക് ഇടുന്ന കാര്യം നമ്മൾ വിട്ടുപോയായിരുന്നു. അപ്പം നമ്മുടെ കാന്താരിയാണ്. കാന്താരി അറിയാമല്ലോ, ഭയങ്കര എരിവുള്ളൊരു സാധനമാണ്. അപ്പം കാന്താരി ഞാനൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ എരിവനുസരിച്ച് എങ്ങനെയാണോ അത് എടുക്കുക. ഓക്കെ, ആദ്യം ഇച്ചിരി ഉപ്പ് ഇട്ടുള്ളായിരുന്നു. ഇപ്പോൾ ഇത് നല്ലപോലെ വാട്ടറി ഒരു കൺസിസ്റ്റൻസി പോലെ വരുന്നുണ്ട്. ഓക്കെ, അങ്കമാലിക്കാർ കല്യാണത്തലേന്ന് ഉണ്ടാക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മാങ്ങക്കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു മാങ്ങ എടുത്തുള്ളൂ. ഇനി നമുക്ക് ഈ മാങ്ങ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഒത്തിരി മാങ്ങ ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ അകത്ത് വെള്ളം മൊത്തം ഇറങ്ങും. അപ്പം നമുക്ക് ഇച്ചിരിയെങ്കിലും ഇതൊരു 5 മിനിറ്റ് കൊണ്ട് വേകും. അപ്പം നമുക്കത് ഇച്ചിരിയെങ്കിലും നമുക്ക് അതിൻ്റെ
വെന്ത് കഴിഞ്ഞ് കഴിയുമ്പം അത് ഉടഞ്ഞു പോകാതെ ഇച്ചിരിയെങ്കിലും നമുക്കൊന്ന് കാണാനായിട്ട് ഒരു ഭംഗി വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത് ജസ്റ്റ് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നത്. അധികം പുളിയൊന്നും ഇല്ലാത്ത ഒരു മാങ്ങയാണ്. വരുന്ന ദിവസങ്ങളിൽ തന്നെ ഞാൻ മാങ്ങ ചമ്മന്തി നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒന്നാം പാലാണ്. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങയുടെ ഒന്നാം പാൽ ഇവിടേക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടന്ന് വേണം നമ്മുടെ ഈ നമ്മുടെ മാങ്ങ വേവേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെറിയ കളറൊക്കെ ഉണ്ട്. മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇച്ചിരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു ഇച്ചിരി ഉപ്പൂടെ ഇതിനാവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് ഇച്ചിരി ഉപ്പൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് വേകും കേട്ടോ. ഓക്കെ, ഇത് വേകാൻ വേണ്ടി നമുക്ക് വെക്കാം. ഇത് കറണ്ടിലാണ്, അപ്പോൾ പെട്ടെന്ന് വേകും. നമ്മുടെ മാങ്ങാക്കറി ഒന്ന് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനത് ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത്. ചെറിയതല്ല, വലിയ തീയിലാണ് വെച്ചേക്കുന്നത്. ഇതൊന്ന് തിളച്ച് വെക്കാം. ഒന്നാം കാലം ചെറിയ കോപ്പിൽ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ നമുക്ക് അതിൽ ചേർത്തത് കൊച്ചുള്ളിയാണ്. എത്ര കൊച്ചുള്ളി ഉണ്ടോ അത്രയും കൊച്ചുള്ളി നമുക്ക് എണ്ണയിൽ താളിക്കാൻ വേണ്ടി നല്ലതാണ്. അപ്പം ഞാൻ ഒരു 8-10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉണക്കമുളക് ഉണ്ടല്ലോ, ഉണക്കമുളക് കൂടെ ചേർത്ത് കരിവേപ്പിലയും ചേർത്ത് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ആദ്യം ഇതൊന്ന് അരിഞ്ഞെടുക്കാമേ.
നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എത്ര ഉള്ളി എണ്ണുള്ള അതനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. നമ്മുടെ ഉള്ളി അതിനൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളറ് നമുക്ക് കിട്ടണം. നമുക്ക് അതിൻ്റെ അകത്തേക്ക് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. വേണമെങ്കിൽ ഇത് നോക്കുമ്പോൾ ഇതും അടിവ് വരും. അപ്പോൾ ഉള്ളി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഉണക്കമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഉണക്കമുളക് കൂടെ ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറിൽ ഇത് മൂത്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഇതൊന്ന് താളിച്ചു കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരും. അപ്പം എൻ്റെ ചാനലെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനകത്തോട്ട് ബെല്ലൈക്കൺ ഞെട്ടിയാൽ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് പിന്നെ പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം വേറെ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. എല്ലാവരും ഇതൊന്ന് ചൂടോടെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. താങ്ക് യു. ബൈ. നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു മാങ്ങാക്കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത്